ഹലോ ലൈഫ് കോഴ്സ് തന്നെയാണ് നിങ്ങളുടെ കൂടെ. കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം എന്തും ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും അല്ലേ? അതെ, എനിക്കറിയാം. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് വീഡിയോസ് എവിടെ, റീൽസ് എവിടെ, എന്ത് പറ്റിയെന്നൊക്കെ. ഞാനൊരു ബേബി ഗേളിന് ജന്മം നൽകി. അപ്പോൾ അവളോടൊത്തുള്ള നാളുകളായിരുന്നു കുറച്ചു കാലം. അതോടുകൂടി തന്നെ മറ്റൊന്നിനും കൂടി ജന്മം നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റിയിട്ട് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് കാലം മുമ്പാണ് എൻ്റെ സിസ്റ്റർ ജപ്പാനിലേക്ക് ടൂറ് പോയത്. ജപ്പാനിലെ ആളുകളുടെ ജീവിത രീതിയെ പറ്റിയിട്ട് സിസ്റ്റർ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഒരുപാട് പ്രായമായവർ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നു. 100-102 വയസ്സുള്ളവർ ഒറ്റയ്ക്ക് റോഡിലൂടെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. കുഞ്ഞു കുഞ്ഞു മക്കൾ എല്ലാതും സ്വയം ചെയ്യുന്നു. അവരുടെ തടിയെ പറ്റിയിട്ട്, അവരുടെ ഭക്ഷണ രീതിയെ പറ്റിയിട്ട്, അവരുടെ വ്യായാമത്തെ പറ്റിയിട്ട്, അവരുടെ ജീവിതം പുരോഗതിയെ പറ്റിയിട്ട് എല്ലാത്തിനെ പറ്റിയും ഡിസ്കസ് ചെയ്തപ്പോൾ വളരെയധികം അത്ഭുതം തോന്നി. അപ്പോൾ പിന്നെ അവരുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് നമ്മളുടെ ജീവിതവും മെച്ചപ്പെടുത്തിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഓൾറെഡി എനിക്ക് ജപ്പാൻകാരുടെ ടെക്നിക്കിനെ പറ്റിയിട്ട് പഠിക്കാൻ വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടെക്നിക്കാണ് കൈസൻ ടെക്നിക്ക്. എല്ലാ ദിവസവും 1% പുരോഗതി ജീവിതത്തിൽ വരുത്തുക, കണ്ടിന്യൂസ് ആയ ഇമ്പ്രൂവ്മെൻറ്റ്. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരുന്നു. ഞാനങ്ങനെ കൈസൻ ടെക്നിക്ക് വെച്ചിട്ട് ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു. ഒരു കുഞ്ഞു വലിയ കാര്യം, ഒരു ബുക്ക് എഴുതി തീർത്തു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജന്മം നൽകിയ രണ്ടാമത്തെ കുട്ടി. എൻ്റെ മോളുടെ കൂടെ തന്നെ ജന്മമെടുത്ത ഒരാളാണ് എൻ്റെ പുസ്തകവും. ഓരോ ദിവസവും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഞാൻ എഴുതി തീർത്തു. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ അത് പൂർത്തീകരിച്ചു. വളരെ വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ കൈസൻ ടെക്നിക്കിലേക്ക് വരാം. ഒരാൾ വ്യായാമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. തൽക്കാലം നടന്നു തുടങ്ങാമെന്ന് ചിന്തിക്കുന്നു. 1 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. പറ്റുന്നില്ലേ? ഒരു ദിവസം 1 പുഷപ്പ് എടുക്കുക. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി വലിയതിലേക്ക് കിടക്കുക. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഷോപ്പ് ചെയ്യുക. ഒരാൾ വായിക്കണമെന്ന് കരുതാണ്, മടി വരുന്നു. എന്നാൽ 1 വരി മാത്രം വായിക്കുക. അങ്ങനെ അയാൾ 365 ദിവസം വായിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടോ പ്രയാസമോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞു ഭാഗങ്ങളായിട്ട് അവർക്ക് പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്താവുന്നതാണ്. ഏതൊരു പുതിയ ശീലവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നു, വർക്കാവുന്നില്ലേ? അവിടെ കൈസൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. സ്മോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് വിൽ മേക്ക് ബിഗ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. എല്ലാം ഓവർ ദ നൈറ്റ് നടക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റം നിങ്ങൾ എന്തായാലും കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഒത്തിരി ടെക്നിക്സ് ഇനിയും ജപ്പാൻകാരുടെ ഉണ്ട്. മറ്റൊരു വീഡിയോയിലായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തുള്ള നല്ല ടെക്നിക്സും ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസും കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ പരിഗണിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.